വേനൽ കടുത്തതോടെ കുപ്പിവെള്ളത്തിന്റെ കച്ചവടം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ. ലക്ഷങ്ങളുടെ കച്ചവടമാണ് കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും നടന്നു വരുന്നത്. എന്നാൽ കച്ചവടം കൂടുന്നതോടെ ലാഭക്കൊതിമൂത്ത മനുഷ്യജീവൻ വച്ച പന്താടുകയാണ് കുപ്പിവെള്ള ലോബികൾ. വാങ്ങിക്കുടിക്കുന്ന മിനറൽ വാട്ടറിലെ എക്സ്പയറി ഡേറ്റ് നമ്മളിൽ പലരും ശ്രദ്ധിക്കാറില്ല. വെള്ളത്തിന് എന്ത് എക്സ്പയറി ഡേറ്റ് എന്ന് കരുതി ചിരിച്ചു കളയാൻ വരട്ടെ. യഥാർത്ഥത്തിൽ കാലാവധി വെള്ളത്തിനല്ല, അത് നിറച്ചിരിക്കുന്ന കുപ്പിക്കാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അപകടം തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച കുപ്പി വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപകടം വിളിച്ചു വരുത്തുന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്നതിനാണ് മൈക്രോ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുപ്പികൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് വീണ്ടും വീണ്ടും അകത്താക്കിയാൽ വലിയൊരളവിൽ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകും. മനുഷ്യൻ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും മൈക്രോ പ്ലാസ്റ്റിക് വളരെ അപകടകരമാണ്. ഇൻസുലിൻ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് തടയൽ, പൊണ്ണത്തടി, പ്രതിരോധശേഷി കുറയ്ക്കൽ, വന്ധ്യത തുടങ്ങിയ ക്യാൻസറിന് വരെ മൈക്രോ പ്ലാസ്റ്റിക് കാരണമാകാറുണ്ട്. ഇതുകൂടാതെ ശരീരത്തിൽ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. മനുഷ്യൻ്റെ രക്തത്തിലും മുലപ്പാലിലും വരെ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട്. ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചതോടെ കുപ്പിവെള്ളം കുടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും. ഗുണനിലവാര പരിശോധന പേരിന് മാത്രമായതോടെ കുപ്പിവെള്ള ലോബികൾക്ക് ഇത് നേട്ടമാവുകയും ചെയ്തു. സംസ്ഥാനത്ത് 250-ൽ പരം കുപ്പിവെള്ള ഉൽപ്പാദന യൂണിറ്റുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. പൂർണ്ണതോതിൽ ഉൽപ്പാദനം 110 യൂണിറ്റുകൾ മാത്രമായിരുന്നു. എന്നാൽ പ്രവർത്തനം നിലച്ച യൂണിറ്റുകളും വേനൽ ശക്തമായതോടെ സജീവമാവുകയാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിന്റെ പരിശോധന ഇല്ലാത്തതിനാൽ അശുദ്ധജലം വിതരണം ചെയ്താലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം.